ആഹാ, ഇന്ന് നേരത്തെ ആണല്ലോ. ഞാനിന്ന് ഹാഫ് ഡേ ലീവ് എടുത്തു. എന്തു പറ്റി മോളെ? അത് നല്ല തലവേദന ഉണ്ടമ്മേ. ജോലി ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഡോക്ടറിനെ കാണാൻ പോണോ? ഏയ്, ഒന്ന് റെസ്റ്റ് എടുത്താ മതി. ഞാൻ പറയാറില്ലേ മോളെ, ധാരാളം വെള്ളം കുടിക്കണമെന്ന്. ഈ സമയത്ത് ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ തലവേദന ഉണ്ടാവും. പ്രീതി എങ്ങോട്ടാ പോയത്? ഞാൻ എന്റെ വിസയുടെ ചില പേപ്പേഴ്സിന്റെ കാര്യത്തിനായിട്ട് ഏജൻസി വരെ പോയതാ. ഓ, ഉടനെ എങ്ങാനും പോവോ? എല്ലാം പരമാവധി വേഗത്തിലാ നീക്കുന്നത് അമ്മേ. പേപ്പേഴ്സ് വന്നാ പിന്നെ ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ പെട്ടെന്ന് പൊയ്ക്കോളാം. അയ്യോ, അമ്മ അത് ഉദ്ദേശമൊന്നുമല്ല പറഞ്ഞത്, അല്ലേ അമ്മേ? അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിവിടെ കഴിയുന്ന ഓരോ നിമിഷവും നാട്ടുകാരുണ്ടാക്കുന്ന കഥകൾക്ക് അമ്മയായിരിക്കും ഉത്തരം പറയേണ്ടി വരിക. ഏജൻസിക്കാരോട് ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. അവര് കാര്യങ്ങളെല്ലാം വേഗത്തിൽ ശരിയാക്കി തരാൻ ഉറപ്പും തന്നിട്ടുണ്ട്. ഇത് മഞ്ജുവിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ. എന്താ ഇത്? കുറച്ച് ഗുളികകളാ. ജോലി തിരക്കിനിടയിൽ മഞ്ജുവിന് കൃത്യമായി ഭക്ഷണം കഴിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ലല്ലോ. ഇത് കുറച്ച് സപ്ലിമെന്റ്സാ. പോഷകാഹാരം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ശരീരത്തിന് ആവശ്യമുള്ളതെല്ലാം ഇതുവഴി കിട്ടും. ദാ വാങ്ങിക്കാം. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ആവശ്യമുണ്ട്. എനിക്കിതൊക്കെ കൂടെ നിന്ന് ചെയ്തു തരാൻ ആരുമില്ലാത്ത അവസ്ഥയായിരുന്നു. ഭർത്താവിനും അച്ഛനും എന്നെയോ ഈ കുഞ്ഞിനെയോ വേണ്ട. ജീവിച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോന്ന് പോലും ചിന്തിച്ച നിമിഷങ്ങളുണ്ട്. അപ്പോഴാ ഒരു താങ്ങായി നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വന്നത്. അതിന് ഞാൻ എന്ത് പകരം വെച്ചാലും മതിയാവില്ല. പ്രീതി എന്നെ ശുശ്രൂഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ പ്രീതിക്കും വിശ്രമത്തിന്റെ ആവശ്യമുണ്ട്. അങ്ങനൊന്നും പറഞ്ഞാ പറ്റില്ല. മഹിമ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മഞ്ജുവിന്റെ എല്ലാ കാര്യങ്ങളും ഇതേ ആവേശത്തോടെ ചെയ്യായിരുന്നല്ലോ. നിങ്ങളുടെ സ്നേഹത്തെ ആരോ കണ്ണു വെച്ചുകൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ ഇപ്പൊ ചെറിയൊരു സൗന്ദര്യപ്പിണക്കം ഉള്ളത്. പക്ഷെ മഹിമ ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു കുറവും ഞാൻ മഞ്ജുവിനെ അറിയിക്കില്ല. ഒരു അനിയത്തിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ മഞ്ജുവിന് വേണ്ടതെല്ലാം ചെയ്തു തരും. പ്രീതി ചെല്ല്, കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ശരി. എന്റെ സ്വന്തം ചോരയായവള് എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഒരു ഫോൺ കോള് പോലും ഇല്ല. തൊട്ടടുത്ത് എന്റെ അനിയത്തി ഉണ്ടായിട്ടും എന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ എന്നോട് ഒരു ബന്ധമില്ലാത്ത ഇവള് വേണ്ടി വന്നു. ഇതിനെയാ വിധി എന്ന് പറയുന്ന. ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഇതെല്ലാം ഞാൻ തന്നെ പരിഹരിക്കും. നമ്മുടെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് നീ മഹിമ ഒരുമിക്കും. ഇതെന്റെ വാക്കാ.